ഹായ്, ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യണത്. നിങ്ങൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നൊരു അനുഭവം നിങ്ങളായിട്ട് അതിന് മുന്നേ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വണ്ടി നോക്കുമ്പോൾ ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് ഞങ്ങൾ അതിൻ്റെ എഗ്രിമെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ കണ്ട ഒരാളുടെ പേര്, ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലിരിക്കണത് കാറ് സെയിലിന് കൊണ്ടുവന്നേക്കുന്ന ആളുടെ പേര് ഒരു എക്സാമ്പിളാണ് പറയണത്. എൻ്റെ പേരിലെടുക്കുക ജോർജ് എന്നാന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ഇരിക്കണം കേട്ടോ, സെയിലിന് വന്നേക്കുന്ന ആൾ, സെയിലിന് കൊണ്ടുവന്നേക്കുന്ന ആൾ. അപ്പോൾ ആളെ പരിചയപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു, റേറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ എഗ്രിമെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽ പറഞ്ഞു. ഇവരുടെ വീട്ടും പേര് തമ്മിൽ വ്യത്യാസം. ഇപ്പോൾ എൻ്റെ വീട്ടും പേര് കൊല്ലംപറമ്പിൽ നിന്നാണ്. അപ്പോൾ ആളുടെ വീട്ടും പേര് RC ബുക്കിൽ കിടക്കുന്നത് വേറെ, ഇതിലെഴുതണത് വേറെ. അപ്പോൾ ഞാൻ ചെയ്തെന്താ ചേട്ടാ അഡ്രസ്സ് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഞങ്ങളുടെ വീട്ടും പേരാണ്, കുഴപ്പമില്ലെന്ന് പറയും. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാനത് എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആളുടെ പേര് ഞാൻ പറഞ്ഞ ജോർജ് എന്ന് ചിന്തിക്കാനാണ് സെയിലിനോട്. ഈ ജോർജ് എന്നല്ല, ഇപ്പോൾ ഒരു മാത്യു എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാ ആളുടെ പേര് വ്യത്യാസം വന്നില്ല എന്ന് പറയാൻ അത് ഇല്ല, എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്, കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴും ഞാൻ ഓർത്ത് പോട്ടെ എഴുതി. പിന്നെ നോക്കുമ്പോൾ ചേട്ടൻ്റെ അനിയനാണ്, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആകുമ്പോൾ ഫാദറിൻ്റെ പേര് സെയിം വരുന്നോടത്ത് ഫാദറിൻ്റെ പേരും വ്യത്യാസം, RC ബുക്കിൽ കിടക്കുന്നത് ഇത്. അപ്പോൾ ഞാൻ ചേട്ടൻ ഇതെന്താ ഇങ്ങനെ? അപ്പോൾ പിന്നെ ആൾ പറഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ വണ്ടിയാണെന്ന്, അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി. 4 തവണ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോഴും ബന്ധുവാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആകെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ ചിലപ്പോൾ അവർ ചെയ്യണതിന് കുറ്റമാണെന്നല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ഒരു നെഗറ്റീവാണ് വന്നത്. കാരണം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം നാളെ ഉണ്ടായാൽ അല്ലെങ്കിൽ RC ഓണർ കംപ്ലയിൻറ്റ് കൊടുത്താൽ സൈൻ ചെയ്തേക്കണത് RC ഓണർ ആയിരിക്കില്ല, ഈ വന്നേക്കണ വ്യക്തിയായിരിക്കും. അപ്പോൾ ആ വണ്ടി കൊണ്ടുപോയി സ്റ്റേഷനിലിടുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക, നമ്മുടെ കാശിൻ്റെ പുറകെ നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞ RC ഓണർ ഉള്ളപ്പോൾ എടുക്കുക ചേട്ടാ എന്ന് പറഞ്ഞ് തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ നെയ്ബർ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളും പറഞ്ഞ് ചേട്ടാ ഇത് വല്ല ഇനി പണയത്തിനടുത്ത് വണ്ടി വിൽക്കാൻ നോക്കിയാണ്. അപ്പോൾ എനിക്കും സംശയമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആളത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് ചേട്ടാ എനിക്ക് RC ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോഴേക്കും ആൾ പറഞ്ഞ് വണ്ടി കച്ചവടമായിരുന്നു. ഞങ്ങൾ 7:30 രാവിലെ 7:30 ആ വണ്ടി പോയി കാണുന്നത്. ഒരു 8-8:30 ആയപ്പോഴേക്കും കച്ചവടമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്താ ഇങ്ങനെ കച്ചവടമായി, അതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ കച്ചവടമാണ്. അവരുടെ അടുത്തുള്ളൊരു വീട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായി നിങ്ങൾ എന്നോട് കൊടുക്കാനാണ് ഞാൻ അയാൾക്ക് എന്നെ കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ RC ഓണറെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടെത്തിയ ആൾക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേട്ടാ, വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്നും റിപ്ലൈനൊന്നും തന്നില്ല കേട്ടോ. അപ്പോൾ പറയാം ഞാൻ തന്നെയാണ് RC ഓണർന്ന് സമ്മതിച്ചില്ല. അപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി ഞാൻ ഓക്കെയാണ്, ചേട്ടൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം കൊണ്ട് എടുക്കാണ്ട് വന്നത് തെറ്റിദ്ധരിക്കണ്ട, കാരണം ഇപ്പോഴത്തെ കാലം അതാണ്. അപ്പോൾ എല്ലാവരും ഓപ്പണായിട്ട് പറഞ്ഞു ചേട്ടൻ ഓക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു. പക്ഷേ ആളത് കഴിഞ്ഞിട്ട് വിളിച്ചില്ല, ഞാനും പിന്നെ വിളിച്ചില്ല, ശല്യം ചെയ്ത ഒരാളുടെ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാനും വിട്ടു. അപ്പോൾ ഞാനിത് പലരുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടായ എന്ത് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് RC ഓണർ നിലവിലില്ല, അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രദറോ ആരെങ്കിലുമാണ് സൈൻ ചെയ്യണത്, നമ്മൾ എന്ത് ധൈര്യത്തിലെടുക്കും. അപ്പോൾ അതിനൊരു ഐഡിയ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഈ ഓട്ടോ കൺസൾട്ടന്മാരായ കുറച്ച് കൂട്ടുകാർ നിങ്ങൾ പോണ ടൈം ഞങ്ങളോട് പറയുക. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വണ്ടി ഓക്കെയാണ്, RC ഓണർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ OTP പറഞ്ഞു തരാൻ പറയുക. അപ്പം തന്നെ പേര് മാറ്റാനുള്ളത് നമ്മൾ വിളിച്ച് പറയണം. അപ്പോൾ ഈ OTP അല്ലണം RC ഓണറിൻ്റെ മൊബൈലിലാണ്, അതിൽ പിന്നെ ചതി നടക്കില്ല. കാരണം RC ഓണറിൻ്റെ മൊബൈലിൽ OTP ഇവർ അയക്കണത് ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഷെയർ ചെയ്താൽ പിന്നെ വിഷയമില്ല, കാരണം RC ഓണർ ആ OTP നമുക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നതാണ്. നിങ്ങൾ ധൃതി പിടിച്ചൊക്കെ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ എല്ലാം മുന്നിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു ആൻസർ എനിക്ക് കിട്ടിയത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാഹന ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിനൊരു വാറൻറ്റി തരാമെന്ന് പറഞ്ഞാൽ വാറൻറ്റി 2019 തൊട്ട് മേളിലേക്കുള്ളതിന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേലം ചെയ്യണവരെല്ലാവരും കുറ്റക്കാരാണ് അല്ലെങ്കിൽ കള്ളക്കച്ചവടമാണെന്നല്ല ഞാൻ പറയണത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വണ്ടീനെ കുറിച്ച് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനത് ചെക്ക് ചെയ്ത് അതിന് എന്തെങ്കിലും വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ വണ്ടി ഓടിച്ച് നോക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഇയർ അറിയില്ല, അതിൻ്റെ ഇയർ ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു മാർക്കറ്റ് പ്രൈസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഇല്ല ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇയർ ഒന്ന് പറഞ്ഞുതരാം, എനിക്ക് ഒറ്റ വണ്ടി ഇഷ്ടപ്പെട്ടുള്ളൂ, അതിൻ്റെ ഇയർ നോക്കിയിട്ടൊക്കെ വേണം എനിക്ക്. അപ്പോൾ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയും. രജിസ്റ്റർ ചെയ്യാൻ 120 രൂപയുള്ളൂ, പക്ഷേ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. പിന്നെ എന്നോട് രജിസ്റ്റർ ചെയ്യണം 120 മാത്രമല്ല ഒരു 20,000 രൂപ അവർക്ക് കൊടുക്കണം. അത് ലേലം കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തില്ലെങ്കിൽ റിട്ടേൺ കിട്ടില്ല, 120 കിട്ടില്ല, രജിസ്ട്രേഷൻ ഫീസ് കിട്ടില്ല, മറ്റേ പങ്കെടുക്കാനുള്ള 20,000 രൂപ കൊടുക്കുന്നത് അത് തിരിച്ചു തരും. അപ്പം ഞാൻ അടുത്തൊരു വണ്ടിക്ക് വേണ്ടി നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പറഞ്ഞത്, ഈ ഓപ്ഷൻ ഇന്ത്യ എന്നും പറഞ്ഞ് എല്ലാവരും പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബാങ്കുകൾ പിടിച്ചിട്ടാണ് വണ്ടി, അതിലും ഞാൻ വ്യക്തമായിട്ട് ആളോട് സംസാരിച്ച് നല്ലൊരു ഡീലായിരുന്നു കേട്ടോ. ഇത് ആള് ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിച്ച് ആരാണെന്ന് പറഞ്ഞത് ആള്
ബാങ്കിൻ്റെ ആളായിരിക്കണം. ഈ വണ്ടിയുടെ ഇതൊക്കെ ആയിട്ട് ആൾ പൊക്കെയായിട്ട് കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ആ വണ്ടി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒരു 4 ലക്ഷം രൂപയുള്ള സാധനം ചിലപ്പോൾ 2.5 ലക്ഷം രൂപക്കാർക്ക് ഞങ്ങൾ ഓപ്ഷനിൽ ഇടണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതൊരു 3 രൂപ എടുത്താൽ അതിനെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോലും അവിടെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 80 രൂപയുടെയൊക്കെ 80,000 രൂപയുടെയൊക്കെ പണിയൊക്കെ വന്നാൽ മിക്കവരും കടം മേടിച്ചിട്ടൊക്കെ ഇരിക്കും എടുക്കണം, ഞാനടക്കം. അപ്പോൾ അത് അതിൻ്റെ ഒരു വേറെ തലത്തിലേക്ക് പോകും. നമ്മൾ മൊത്തത്തിൽ കടത്തിലായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഇഷ്യൂസ് വന്നാൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. ഈ പറഞ്ഞാൽ തന്നെ ആരും കുറ്റപ്പെടുത്തിയല്ല, നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടി ഗുണം ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ബൈക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ പക്കയായിട്ട് പറയും, ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിക്കിടക്കണ്ട അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ പറയാം, ഇൻഡിക്കേറ്റർ മാത്രമേ വർക്ക് ചെയ്യാത്തുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരും. വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നതിന് ചിലവും കൂടി ഞാൻ തരാമെന്ന് പറയാറുണ്ട്. കാരണം ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എങ്കിൽ എനിക്ക് കല്ലൂർ സൈഡിൽ നിന്നൊക്കെ എനിക്ക് ലാസ്റ്റ് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയൊരു മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നത്. ഒരു നല്ല ഭക്തന്മാരാണ് ആ വീട്ടിലെ ഫാമിലി എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ആ പയ്യൻ ഒരു ആക്സസ് വണ്ടി എനിക്ക് വിറ്റിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ വണ്ടി പുകയാണ്. ഞാനും എൻ്റെ മൂത്ത ബ്രദറും കൂടിയാണ് അന്ന് ആൾ ലീവിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടു കൂടി പുള്ളിക്ക് ഒരു വണ്ടി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അത് കഴിയുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാമെന്നും പറഞ്ഞാണ് പോയത്. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിസ്റ്റൻ കംപ്ലൈൻ്റ് ആയിരുന്നു, മനസ്സിലായി. അപ്പോൾ ആ അടുത്ത് തന്നെയുള്ളൊരു വർക്ക്ഷോപ്പിൽ നമ്മളന്ന് ചെക്ക് ചെയ്താണ്. അത് ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു. ആൾ പറഞ്ഞ് കുഴപ്പമില്ല എടുത്തോ, ആൾ നോക്കാണ്ട് തന്നെ ഞാനാ പണിയണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പിസ്റ്റൻ കംപ്ലൈൻ്റുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ പറ്റിക്കൽ നമ്മുടെ ഇടയിൽ നടക്കണ്ട. അപ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മളൊരു വണ്ടി ഇപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ് ചെല്ലണതിന് മുന്നേ ചോദിക്കുക, ചേട്ടാ ഞാനൊരു വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ, വണ്ടിയുടെ കണ്ടീഷനും ഇതൊക്കെ ചേട്ടൻ പറഞ്ഞ. കാരണം ആ വണ്ടിക്ക് ആ നിലവിൽ പ്രശ്നമുണ്ട്. പിറ്റേ ദിവസം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് അത് ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ നഷ്ടപരിഹാരം മേടിക്കാമല്ലോ. എന്തിനാണ് അങ്ങനെ ഈ ഒരു ഫീൽഡിൽ കുറേ അധികം പറ്റിക്കൽ നടക്കുന്നുണ്ട്. എല്ലാവരും പറ്റി ജീവിക്കണം എന്നല്ല, എന്നാൽ അങ്ങനെയുള്ളവരും ഉണ്ട്. അതാണ് പറയുന്നത്. എല്ലാവരും ഇത് കേട്ട് കഴിയുമ്പോൾ വണ്ടി കച്ചവടക്കാരൊക്കെ എന്താണ് പറ്റിക്കലാണെന്നാണ് നീ പറയണതെന്ന് ചോദിക്കും. അത് വിവരമില്ലായ്മയാണെന്ന് പറയേണ്ടത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഒരു ഫോട്ടോഗ്രാഫർ ഒരു എന്താ പറയുക, ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു പെണ്ണ് പിടിയൻ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വീഡിയോ ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ഒരു കോമഡി ആയിട്ട് ഇട്ടാൽ പോലും അത് നമ്മളെ ബാധിക്കണില്ല, മനസ്സിലായി. പലപ്പോഴും ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ചില ടൈമിൽ ചില ഏതെങ്കിലും ഒരു ഫീൽഡിലിരിക്കുന്ന ആളാണ്, അങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് ആ കഥ നമുക്ക് കിട്ടുന്നത്. ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ചിന്താഗതി അവരെല്ലാവരും ആ ഫീൽഡിലിരിക്കണം എല്ലാവരും അങ്ങനെയാണെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഒരിക്കലും ഇല്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. ഞങ്ങൾ ട്രോൾ വീഡിയോസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ രാഷ്ട്രീയക്കാർ ഇന്ന ആളാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നപ്പോൾ നമ്മളൊരാളുടെ പേരോ ഒരു ഏരിയയോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യണ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവും, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്കിപ്പോൾ ഉള്ളിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു മോഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ഒരു പെണ്ണുപിടിൻ്റെ കഥ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണേണ്, അയ്യോ ഇത് അവനെപ്പോലെ ഉണ്ടല്ലോ, ജോർജിൻ്റെ സെയിം സ്വഭാവമുള്ള ഏതെൻ്റെ എന്ന് ചിന്തിച്ചാൽ തന്നെ എൻ്റെ തോൽവിയാണ്. പോരാണ്ട് ഞാൻ സ്വയം ചിന്തിച്ചാലാ ഇത് എന്നെപ്പോലെ തോന്നണ്ടല്ലോ എന്ന്, അത് വൻ തോൽവിയാണ്. അപ്പം ഇല്ലാത്തവനത് ബാധിക്കണം എന്നുള്ളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കഥ അങ്ങനെ ഒരിക്കലും അത് ആ രീതിയിലേക്ക് വരില്ല. അത് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. കാരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ളവരെല്ലാം ഈ കഥകൾ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞത്, ഈ വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ അനുഭവം കൂടി ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ ബൈ.